വെള്ളത്തിൽ നിന്നുകൊണ്ട് കേട്ടോ ഞാൻ ഈ കേക്ക് ചെയ്ത് തീർത്തത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 3 ടയർ കേക്കാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. താഴത്തെ ലെയർ ഡമ്മിയും മേലത്തെ 2 ലെയർ കേക്കുമായിരുന്നു. 2 kg കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാനില ഫ്ലേവറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരു സെൻറ്ററിലുള്ള കേക്കിന് മാത്രം കളർ ചേഞ്ച്. മറ്റ് 2 ടയറും വൈറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്ലവർ ഡെക്കറേഷനാണ്, ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ, അതുപോലെ ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റിക്കുമാണ് ഈ കേക്കിൽ ചെയ്യാനുള്ളത്. 3 ടയർ കേക്കും ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞ വെള്ളപ്പൊക്കം. കേക്ക് 3-3:30 മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ കേക്ക് കൊണ്ടുപോകാതിരുന്നത്. പക്ഷെ അവിടെ എത്തിയ പാട് അവർ പറഞ്ഞു കേക്ക് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫുഡ് കഴിച്ച പാട് ഇങ്ങോട്ട് തിരിച്ചു വരികയായിരുന്നു, കേക്ക് ടയർ ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ വരുന്ന വഴി നമ്മൾ ഫ്രഷ് ഫ്ലവറും വാങ്ങിയിട്ടാണ് വരുന്നത്. നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ മേലത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളുള്ളത്. താഴത്തെ അപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ വൈപ്പർ എടുത്തിട്ട് വെള്ളം ഇങ്ങനെ അടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയില്ല, മേലുള്ള ഏതോ അപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ പൈപ്പ് തിരിച്ചിട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ഭയങ്കര അശ്രദ്ധയുള്ള ആളായതുകൊണ്ട് കേട്ട പാടെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വേറെ എവിടെ നിന്നും ആവില്ല, നമ്മളിൽ നിന്ന് തന്നെ ആവും, വേഗം വാന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം വന്ന് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളെ സിങ്കിൽ നിന്ന് വെള്ളം നിറഞ്ഞിട്ട് താഴേക്ക് വരുമായിരുന്നു കേട്ടോ. താഴേക്ക് വന്ന് ഞങ്ങളെ കിച്ചണും സിറ്റ് ഔട്ടും ഡൈനിങ് ഹാളും ഞങ്ങളുടെ റൂംസും എല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുക, വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ എന്നിട്ടാണ് താഴേക്ക് ചെല്ലുന്നത്, താഴെയുള്ള അപ്പാർട്ട്മെൻറ്റിലൊക്കെ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് ആ വളയിട്ട കൈകളൊക്കെ കണ്ടോ നിങ്ങൾ? കല്യാണപ്പരയിൽ നിന്ന് ഓടി വന്ന പാട് സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേക്ക്. വെള്ളത്തിൽ നിന്നിട്ട് അടുത്ത് ചെയ്യുന്നത്, കാരണം ആദ്യം ഒന്ന് സ്തംഭിച്ച് നിന്നു, വെള്ളം ക്ലീൻ ചെയ്യണോ എന്നിട്ട് കേക്ക് നമുക്ക് നിന്നാൽ മതിയോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷേ പിന്നെ ആലോചിച്ചു കേക്ക് അവർക്ക് അർജൻറ്റായിട്ട് തന്നെ വിട്ടതാണല്ലോ, അപ്പോൾ കേക്ക് കൊടുത്തയച്ചതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് കുറേയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു വെള്ളം. അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഒരു വർക്കുള്ള കാരണം അവിടെ നിന്ന് ആരെങ്കിലും ഡെലിവറിക്ക് വരുമോ എന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ അവർ വരുമായിരിക്കും എന്ന് വിചാരിച്ചു കേക്ക് പിക്കപ്പ് ചെയ്യാൻ, പക്ഷെ അവരാരും വന്നില്ല. അങ്ങനെ കുറച്ച് കേക്ക് ലേറ്റ് ആയിട്ടോ. അപ്പോൾ അവർക്കാർക്കും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചെക്കൻ വന്നു പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ കേക്ക് ഡെലിവറി ചെയ്യണം. അങ്ങനെ ഒരു സ്പീഡ് ഡെലിവറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ വണ്ടി പോയി. അപ്പോൾ കേക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാൻ പറ്റും നമ്മുടെ വീട്ടിൽ വെള്ളം നിറഞ്ഞതും അതുപോലെ കേക്ക് ചെരിഞ്ഞതും ഒക്കെ കേട്ടോ. പക്ഷേ കേക്കിൻ്റെ ചെരിവ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഫോട്ടോസിലൊന്നും അത്ര അറിയുന്നില്ല, പക്ഷേ ബാക്ക് സൈഡ് നന്നായിട്ട് ചെരിഞ്ഞിരുന്നു. പക്ഷേ ഞാൻ തന്നെ ഡെലിവറി ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് അറിയണമെന്നുണ്ടായിരുന്നില്ല, ചില പിക്കിൽ ചെറുതായിട്ട് അറിയുന്നുണ്ട്. എന്നാലും അൽഹംദുലില്ലാ അവർ നല്ല ഉഷാറിൽ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ പിക്കൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വെള്ളത്തിൻ്റെ പിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ടോ കിച്ചണിലുള്ള വെള്ളമാണിത്. ഇത് കുറേ എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ കേട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷം കുറേ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിനേക്കാളും നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.